വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കാനഡയിൽ ഒരു അപകടം നടന്നിരുന്നു. റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്ന ഒരു കുടുംബത്തിലെ 5 പേരുടെ മേൽ ഒരു ട്രക്ക് ഇടിച്ചു കയറിയുള്ള അപകടം. ഇക്കഴിഞ്ഞ ജൂൺ 6-ന് കാനഡയിലെ റൊന്റാരിയോ പ്രവിശ്യയുടെ തെക്കുഭാഗത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. അപകടത്തിൽ ആ കുടുംബത്തിലെ 4 പേരും തൽക്ഷണം മരണപ്പെട്ടു. 74ഉം 44ഉം വയസ്സുള്ള 2 സ്ത്രീകളും 46 വയസ്സുള്ള ഒരു പുരുഷനും ഒരു 15-കാരിയുമാണ് അപകടത്തിൽ മരണപ്പെട്ടത്. അപകടത്തിൽ ആ കുടുംബത്തിലെ 9 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. നടന്നത് അപകട മരണമായതിനാൽ പോലീസ് ഉദ്യോഗസ്ഥർ അപകട സ്ഥലത്തെത്തി. നിയന്ത്രണം വിട്ട ഒരു ട്രക്ക് റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്നവരുടെ മേൽ കയറി എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രാരംഭഘട്ടത്തിലെത്തിയ നിഗമനം. എന്നാൽ അപകടം നടന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങളും സംഭവ സ്ഥലത്തെ ദൃക്സാക്ഷികളിൽ നിന്നുള്ള മൊഴിയും അന്വേഷണ സംഘം ശേഖരിച്ചതോടെ സംഭവം വെറുമൊരു അപകടം മാത്രമല്ല എന്ന് പോലീസിന് മനസ്സിലായി തുടങ്ങി. CCTV ദൃശ്യങ്ങൾ കൂടുതൽ ശേഖരിച്ച അന്വേഷണ സംഘം ഒടുവിൽ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കി. നടന്നത് ഒരു സാധാരണമായ അപകടമല്ല, കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകം തന്നെയാണ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെ അപകടമുണ്ടാകുമ്പോൾ ട്രക്ക് ഓടിച്ചിരുന്ന ആൾ ഒരു സംരക്ഷണ കവചം ധരിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തി. ഇവിടെ നിന്നാണ് പോലീസിന് സംശയങ്ങൾ വരുന്നത്. അന്വേഷണം ഊർജിതമാക്കി ട്രക്ക് ഓടിച്ചിരുന്ന ആളെ പോലീസ് കണ്ടെത്തി. 20-കാരനായ ഡാനിയൽ വെൽറ്റ്മാനാണ് ട്രക്ക് ഓടിച്ചിരുന്നത്. ഇയാളെ ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത്. ട്രക്ക് നിയന്ത്രണം വിട്ട റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്ന ആ കുടുംബത്തിന് നേരെ കയറിയിറങ്ങിയതല്ല, മറിച്ച് മനഃപൂർവ്വം തന്നെയാണ് വെൽറ്റ്മാൻ എന്ന 20-കാരൻ ആ കുടുംബത്തിന് നേരെ ട്രക്ക് കയറ്റി ഇറക്കിയത്. ഇത്തരത്തിലൊരു കൊലപാതകത്തിന് ആ 20-കാരനെ പ്രേരിപ്പിച്ചത് എന്താണ് എന്ന ചോദ്യത്തിന് 20-കാരനായ പ്രതി പറഞ്ഞത് ഇങ്ങനെയാണ്: മുസ്ലിങ്ങളെ എനിക്ക് വെറുപ്പാണ്, മുസ്ലിങ്ങളെ കൊല്ലുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അതിനാൽ തന്നെ ദിവസങ്ങൾക്ക് മുമ്പേ ആ മുസ്ലിം കുടുംബത്തെ ഞാൻ നോക്കി വെച്ചിരുന്നു. അവരെ കൊലപ്പെടുത്താനായി പല പദ്ധതികളും ഞാൻ ആവിഷ്കരിച്ചിരുന്നു. ഒടുവിലാണ് ട്രക്ക് കയറ്റിക്കൊല്ലുക എന്ന പദ്ധതി ഞാൻ തെരഞ്ഞെടുത്തത്. ട്രക്ക് ഇടിച്ചു കയറ്റുമ്പോൾ ഇടിയുടെ ആഘാതത്തിൽ എനിക്ക് പരിക്കേൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കറുത്ത സംരക്ഷണ കവചം അണിഞ്ഞത് എന്നാണ് 20-കാരന്റെ മൊഴി. 20-കാരന്റെ മൊഴി പുറത്തു വന്നതോടെ അപകട മരണം ഒരു കൂട്ടക്കൊലയായി മാറി. കാനഡയിൽ പ്രതിഷേധങ്ങൾ ഉയരാൻ തുടങ്ങി. മുസ്ലിമായതുകൊണ്ട് ഒരു കുടുംബത്തിന് നേരെ ട്രക്ക് കയറ്റിക്കൊന്ന 20-കാരൻ പ്രതിയുടെ വിദ്വേഷ മനസ്സ് കാനഡയിലെ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി. പക്ഷേ മുസ്ലിങ്ങൾക്ക് പിന്തുണയുമായി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രംഗത്തെത്തി. സംഭവത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിദ്വേഷം വഞ്ചനയാണെന്നും നിന്ദ്യവുമാണെന്നും പറഞ്ഞു. ഇത് അവസാനിപ്പിക്കണമെന്നും സംഭവം തന്നെ ഭയപ്പെടുത്തുന്നതാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. നിങ്ങൾക്കെല്ലാം ഞങ്ങളുണ്ടെന്നും ഇരകളുടെ കുടുംബത്തോട് ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു. 46-കാരനായ സൽമാൻ അഫ്സൽ, അദ്ദേഹത്തിന്റെ ഭാര്യ 44-കാരിയായ മദിഹ, മകൾ 15-കാരിയായ യുംന, 74-കാരിയായ അമ്മയും ഉൾപ്പെടുന്ന 4 കുടുംബമാണ് ഒരു മതഭ്രാന്തന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ പരിക്കേറ്റ 9 വയസ്സുള്ള ഫായിസ് ഇപ്പോഴും ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.